ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദർശ്, വലിയൊരു പ്രതിഷേധം ആളിക്കത്തുകയാണ്. CJP നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്ന് ഉറച്ചു നിൽക്കുകയാണ്. അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നിരവധി പേരാണ് സ്ഥലത്ത് ഒഴുകിയെത്തിയിരുന്നത്. എന്നാലും ഈ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾ അടിച്ചമർത്തുന്ന നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള ഈ പൗരന്മാരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇതെന്നതിൽ സംശയമില്ല, അല്ലേ ആദർശം സജി? നരനാഞ്ഞാട്ടിലൂടെ അടിച്ചമർത്താൻ ശ്രമിച്ചതും കണ്ടതാണ്. നിരാഹാര പന്തലിലേക്ക് ടിയർ ഗ്യാസ് ഉൾപ്പെടെ ലാത്തി ചാർജ് ഉൾപ്പെടെ നടത്തുന്നു. അവിടുത്തെ സമരപന്തലുകൾ ആകെ ജന്തർമന്തുള്ള സമരപന്തലുകൾ ആകെ അടിച്ചു തകർക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത്. പക്ഷേ വിദ്യാർത്ഥികൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ഒഴിപ്പിച്ച സമരപന്തൽ. എസ്എഫ്ഐയുടെ സമരപന്തൽ ഇന്നലെ കഴിഞ്ഞ ദിവസം തകർത്തു. ഇന്ന് ആ ഇടത്ത് തന്നെ എസ്എഫ്ഐയുടെ സമരപന്തലിൽ ഉയർന്നു. വിവിധ CJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സമരം ചെയ്ത വിവിധ വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട് അവിടെ സമരപന്തൽ ഉയർന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ ആ സമരം തുടരുന്നതിന് വേണ്ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നത് ഇന്ന് നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി മാറി. 22 വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്ക് ധർമ്മേന്ദ്ര പ്രധാൻ തള്ളി നീക്കി. അതിന് അക്കൗണ്ടബിൾ ആക്കിയിട്ട് ഈ സമരം അവസാനിപ്പിക്കൂ. അത് നേടിയെടുക്കുന്നത് നാളത്തെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ജന്തർ മന്ദറിലും രാജ്യവ്യാപകമായും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ വിദ്യാർത്ഥികൾ തയ്യാറല്ല. ആ ലക്ഷ്യം നേടുന്നതുവരെ ആ സമരത്തിൽ ഞങ്ങളുണ്ടാകും. നന്ദി ആദർശ്, എന്തായാലും ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള ഈ പൗരന്മാരുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്.